वाला कभी नहीं छोड़ने वाला यीशु मेरे साथ सदा, कभी नहीं छोड़ने वाला यीशु मेरे साथ सदा. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കർത്താവിന്റെ വിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗെറ്റ് ടുഗദറിലും ആത്മീയ വിരുന്നിലും ഒരുമിച്ചായിരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈ ശ്രേഷ്ഠ ഭവനത്തിൽ നമ്മെ കടന്നുള്ള ദൈവന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു. പ്രിയപ്പെട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീയ സന്തോഷത്തിലും ദൈവം കൊടുത്ത മനോഹരമായ കുടുംബത്തിലും തൻ്റെ ദാസന്റെ 50ാമത്തെ ജീവിതത്തിലേക്ക് വയസ്സിലേക്ക് കടന്നതിന്റെ സന്തോഷത്തിലൊക്കെ പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ കഴിഞ്ഞ രാത്രി ഞങ്ങൾ അനുഭവിച്ചു. അതിലൊക്കെ വിലപ്പെട്ട ഒരു സന്തോഷം, ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കാണാൻ കൊതിച്ച ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ, നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന മോസിൻ അച്ഛനെ നേരിട്ട് കാണുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ഭാഗ്യം തന്നെ. കാരണം ഞാൻ 93-ൽ അദ്ദേഹം വിശ്വാസത്തിൽ വന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമോണികൾ കേൾക്കുകയും അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി വായിക്കുകയും ഞാൻ ഒത്തിരി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് നേരിട്ട് കാണാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം തൻ്റെ കത്തോലിക്കയിൽ നിന്ന് വന്ന അച്ഛൻ എന്നതിനേക്കാൾ ഉപരി തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ, തൻ്റെ പഠന നിലവാരങ്ങൾ, താൻ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇറങ്ങി പയറ്റി തിളങ്ങിയ ആളാണ്. എനിക്കതൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. കാരണം അങ്ങനെയുള്ള ഈ ഭൗതിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ അവരെന്നും എൻ്റെ ഒരു അട്രാക്ഷനാണ്. മറ്റുള്ള ഏതിനേക്കാളും വെച്ചാൽ എൻ്റെ മോനോട് ഞാൻ പലപ്പോഴും പറയും, അവൻ ചോദിക്കും പൈസ ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കോടികളുണ്ടാക്കാം. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അളക്കുന്നത് അവിടെ എത്ര ബിസിനസ്സുകാരുണ്ടെന്ന രീതിയിൽ ആരും അളക്കാറില്ല. അവിടെ എത്ര PhD-കാരുണ്ട്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എത്ര എൻജിനീയേഴ്സ് ഉണ്ട്, എത്ര മാസ്റ്റേഴ്സ് എടുത്തവരുണ്ട്. ഈ നിലയിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ എത്ര പള്ളിയിൽ അച്ഛന്മാരുണ്ട് അവരുടെ കുടുംബത്തിൽ. ഇങ്ങനെയൊക്കെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം ആ കാര്യത്തിൽ അദ്ദേഹത്തെ കാണുവാനും. കഴിഞ്ഞ ദിവസവും ഇന്നും ഒരുമിച്ചായിരിക്കും അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഒരു ആത്മീയ ദൈവജനത്തെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടു. വിലപ്പെട്ട കർത്താവിന്റെ ദാസന് വടക്കേണ്ടിലും ദൈവത്തിൻ്റെ മിഷൻ ട്രിപ്പ് നടത്തിയും വടക്കേണ്ടിലുണ്ടായിരിക്കുകയും ഒപ്പം കേരളത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു മിനിസ്ട്രി അതിനേക്കാൾ ഒരു പക്ഷേ വിപുലമായ രീതിയിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ദേവദാസനെയും തൻ്റെ കുടുംബത്തെയും കാണുവാനും അപ്രകാരം കർത്താവിന് വിലപ്പെട്ട 2 ദൈവ സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെയും കണ്ട് പരിചയപ്പെടാനൊക്കെ ദൈവം അവസരം ഒരുക്കി. ഒപ്പം ഞാൻ ഡൽഹി പോയപ്പോൾ എൻ്റെ ഒരു ആത്മീയ പിതാവായിട്ട് നിന്ന് എൻ്റെ വിവാഹമൊക്കെ നടത്തുന്ന പാസ്റ്റർ മാത്യുവിന് ഈ കുടുംബത്തിൻ്റെയും ഒരു ആത്മീയ പിതാവ് പോലെ അവരെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്തത് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ എന്തോ ഒരു വല്ലാത്തൊരു ആത്മീയ സന്തോഷം തോന്നി. ഒപ്പം എൻ്റെ മോൻ പറഞ്ഞു പാസ്റ്ററുടെ റിലേഷപ്പെട്ട പയ്യനുമായിട്ട് അവർ ഒരുമിച്ചാണ് അവിടെ താമസിക്കുന്നത്. അപ്പം ഈ ലോകം എത്ര ചെറുതാണ് എന്ന രീതിയിൽ അന്യോന്യം കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വചനം ശുശ്രൂഷിക്കേണ്ട വിഷയത്തിൽ ചില ആലോചനകൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ എൻ്റെ ടെസ്റ്റിമണി ഇങ്ങനെ കുറച്ച് അച്ഛനെ കേട്ടപ്പോൾ അച്ഛൻ ബാക്കിയുള്ള കേൾക്കണം എന്നൊക്കെ വേണ്ടിയിരിക്കും. അപ്പോൾ കുറച്ച് പേര് കുറച്ചൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യേണ്ടത് ആ ടെസ്റ്റിമണി അങ്ങോട്ട് നടത്താം, പിന്നീട് ദൈവം നടത്തുന്ന പോലെ കാര്യങ്ങൾ പോട്ടെ. അപ്പം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ആ ഒരു കുറച്ച് കേട്ടപ്പോൾ മീൻസ് വലിയ ടെസ്റ്റിമണി ഒന്നും അല്ലെങ്കിലും ദൈവം നടത്തിയ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളുടെയും, പക്ഷേ ഇത് പറയുന്നവരെ എൻ്റെ വിശ്വാസം വർദ്ധിക്കാറുണ്ട്. അത് വേറെ കാര്യം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ കർത്താവ് തേടി വന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയാണ്. ഞാൻ കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ഞാൻ ചുരുക്കി പറയാം, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയാണ് എൻ്റെ അപ്പച്ചൻ്റെ നാട്. എൻ്റെ അമ്മ വീട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ അതിരമ്പുഴയാണ്. എൻ്റെ മമ്മദിസയൊക്കെ നടന്ന അതിരമ്പുഴ പള്ളി. ഞാൻ ജനിച്ച് വളർന്നത് കാഞ്ഞിരപ്പള്ളിയിൽ. എന്നാൽ എൻ്റെ 1ാം ക്ലാസ്സുള്ള വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയുള്ളത് പഠിച്ചത് കട്ടപ്പനയ്ക്കടുത്ത് തങ്കമണി എന്ന സ്ഥലത്ത്. തുടർന്ന് വീണ്ടും ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സ്കൂളിൽ പഠിക്കാൻ വന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയും അപ്പച്ചനൊക്കെ ഹൈറേഞ്ചിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം കിട്ടിയാൽ കുടിക്കും. നല്ല മദ്യപാനികളുടെ ലെവലൊക്കെ അങ്ങ് പോയതേ ഉള്ളൂ.
അപ്പം അപ്പച്ചന് വീട്ടിൽ സ്വസ്ഥത കൊടുക്കാതെ വന്ന് എൻ്റെ അമ്മ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പച്ചന് നല്ല ബിസിനസ്സായിരുന്നു. അപ്പം വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ആഹാരങ്ങൾ 10-12 കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഇല്ലാത്തൊരു കൂട്ടാൻ്റെ കാര്യം അമ്മച്ചി വഴക്കുണ്ടാക്കും. ഇതെന്താണ് ഇത് വെക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കിയിട്ട് ചോറും കറിയും എല്ലാം കൂടെ തല്ലി പൊട്ടിച്ച് അന്നത്തെ രാത്രി ഞങ്ങൾ മുഴുവൻ പട്ടിണികളായി. എല്ലാം ഉണ്ടെങ്കിലും അവൻ എന്താ പറയുക, പട്ടിണി കിടക്കേണ്ട ഇഷ്ടംപോലെ ഗതികൾ ജീവിതത്തിലുണ്ടായി. അപ്പച്ചന് ടാക്സി എടുത്ത എല്ലാ ദിവസവും വരുന്നത്, വീട്ടിൽ വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴേ പേടിയാണ്. കാരണം എനിക്കറിയാം രാവിലെ മാത്രമേ ഞാൻ സുബോധനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മോൻ്റെ ഈ പ്രായത്തിലൊക്കെ എൻ്റെ നല്ല ലൈഫ് മൊത്തം ഞാൻ ആ സുബോധനെ എൻ്റെ ഫാദറിനെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പുള്ളിയുടെ ബിസിനസ് അങ്ങനത്തെ ബിസിനസ്സായിരുന്നു. എനിവേ അതിൽ നിന്നെല്ലാം അമ്മച്ചിക്ക് സ്വസ്ഥത കിട്ടാതെ അമ്മച്ചി മരിക്കത്തക്ക നിലയിൽ ആത്മഹത്യക്ക് പോയി ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു കരിസ്മാറ്റിക്കിലൊരു ചേട്ടത്തിയുണ്ടായിരുന്ന പുള്ളിക്കാരത്തി അമ്മച്ചിയോട് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കരിസ്മാറ്റിക് പ്രയർ എൻ്റെ അമ്മച്ചിക്ക് ഒരു ടേണിംഗ് പോയിന്റായി. ദൈവജനം വായിക്കാൻ തുടങ്ങി. ബൈബിള് വീട്ടിൽ നിന്ന് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നേരെ വിളക്കാറുമ്പോൾ സ്വപ്നം കാണുമ്പോൾ കർത്താവിൻ്റെ സ്നാനരംഗവും ഒക്കെ അമ്മച്ചിയെ കാണിക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ ഇങ്ങനെ ഓപ്പണാക്കി പ്രാർത്ഥിച്ചിട്ടെടുക്കുമ്പോൾ കർത്താവ് സ്നാനപ്പെട്ട കാര്യങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ വിഗ്രഹാരാധന പാവമാണല്ലോ, ആ പാവങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ വിഗ്രഹം കൊണ്ടുവന്നു. അപ്പോൾ ഈശോ സ്നാനപ്പെട്ടതുപോലെ ഞാൻ കുഞ്ഞിനെ മാമസപ്പെട്ടു, ഇനി എന്തോ ഇതിനകത്ത് വെച്ച് പുള്ളിക്കകത്ത് കൺവെൻഷൻ വന്നു. അങ്ങനെ ഇത് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ തെറ്റിദ്ധരിക്കുന്ന പേടി കാരണം ഇത് ആരോട് ചോദിക്കുന്നത് ചിന്തിക്കുമ്പോൾ കട്ടപ്പനയിൽ ഒരു ദിവസം ഏതോ സാധനം മേടിക്കുമ്പോൾ ഒരു പാസ്റ്ററോട് ഇന്ന് പ്രസംഗിക്കുന്ന കണ്ടു. പുള്ളിയെ വിളിച്ച് അമ്മച്ചി വചനം അങ്ങോട്ട് ചോദിച്ച് ഷെയർ ചെയ്തു. ചുരുക്കിപ്പോൾ ഞാൻ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. അങ്ങനെ അമ്മ പെന്തക്കോസിലായി. അവിടെ വെച്ച് സ്നാനപ്പെടാൻ പേടി കാരണം കുമ്പനായിട്ട് വന്ന് രഹസ്യമായിട്ട് അമ്മച്ചി സ്നാനപ്പെട്ടു. പക്ഷേ അപ്പച്ചന് അത് അറിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചന് ഈ അരയിൽ ഒരു ബെൽറ്റും ഒരു കത്തിയൊക്കെ, അന്നത്തെ അത് കൈരഞ്ചിലെ കത്തോലിക്കരുടെ മിക്കരുടെ അരയിൽ ഒരു ബെൽറ്റും കാണും, ഒരു കത്തിയും കാണും. അത് കൊല്ലാനും തിന്നാനൊന്നുമല്ല, ചില പറയും പാക്ക് കിട്ടാനാന്ന് പറയും, എന്തെങ്കിലുമൊക്കെ അറിയും. പക്ഷേ ഇതും കൊണ്ട് പോയി അമ്മച്ചിയെ കൊല്ലുന്നൊക്കെ പോലെ ഇറങ്ങിയപ്പോൾ സിറ്റിയിൽ പോയി ഭയങ്കര ആടിയും ബഹളവും വഴക്കൊക്കെ ആയി. പക്ഷേ കത്തിയൊക്കെ എടുത്തെങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ കുത്താനോ മറ്റോ ഒന്നും പറ്റിയില്ലെങ്കിലും ഇഷ്ടംപോലെ മർദ്ദനം എൻ്റെ അമ്മച്ചി സഹിച്ചു. ഒരു കാലഘട്ടം എനിക്ക് നന്നായിട്ടറിയാം. ചർച്ചിൽ രഹസ്യമായിട്ട് അമ്മച്ചി പള്ളിയിൽ പോകുമായിരുന്നു. വീട്ടിൽ പശുവൊക്കെ ഉള്ളുണ്ട്, പശുവിനെ പുല്ല് പറിക്കാനാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് പോയിട്ട് അവിടെ വെച്ച് ഡ്രസ്സ് മാറി സാരി മാറിയിട്ട് ചർച്ചിൽ പോവും. തിരിച്ചു വന്നിട്ട് ബൈബിൾ ആ പുല്ലിൻ്റെ അകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് വീട്ടിൽ വരും. അങ്ങനെ കുത്തി കറങ്ങൾ കഴിച്ചു. ഇഷ്ടംപോലെ ചില ദിവസങ്ങൾ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇഷ്ടംപോലെ തല്ലി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊന്നും നല്ല പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ പള്ളി സെൻറ് ജോസഫ് പഠിക്കുമ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പെന്തക്കോസിൽ പോകുന്നത്, ഞാൻ കുടുംബത്തിൽ മൂത്തമാനാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് പെന്തക്കോസിൽ പോകാതെ എൻ്റെ കുടുംബം അമ്മ കൊണ്ട് തകർത്തു. ഇനി എനിക്ക് വളർന്നു വന്ന് 15 വയസ്സ് അമ്മ കല്യാണം കഴിക്കണമെങ്കിൽ നല്ല കുടുംബത്തിൽ ഇനി പെണ്ണൊന്നും കിട്ടത്തില്ല. അപ്പം എന്നെക്കുറിച്ച് വിചാരം അമ്മയുടെ കല്യാണം കഴിഞ്ഞ് മക്കളോ ഇനിയിപ്പോൾ അമ്മ ചെയ്യുന്ന എവിടെ പോയാൽ എന്നെ കുഴപ്പം. അപ്പോൾ എന്നെ ഇങ്ങനെ നശിപ്പിച്ചൊരു അമ്മ എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ വീട് വിട്ട് എൻ്റെ കോതമംഗലം എന്ന സ്ഥലത്ത് എൻ്റെ ഒരു അങ്കിളുണ്ട്. അങ്കിൾ തന്നെ അകന്നൊരു അങ്കിളാണ്. അതായത് എൻ്റെ അമ്മയുടെ സെക്കൻഡ് കസിനായിട്ട് വരുന്ന അങ്കിളാണ്, ഫസ്റ്റ് കസിൻ്റെ പെട്ട അങ്കിളല്ല. അതേപോലെ കോതമംഗലത്ത് ഒരു ബാറിലെ മാനേജറാണ്. ഞാൻ അങ്ങനോട് പറഞ്ഞ അങ്കിള് എനിക്ക് ഇവിടെ അങ്ങനെ ഒരു ജോലി തന്നാൽ ഞാൻ ഇനി പഠിക്കുന്നൊന്നുമില്ല, എൻ്റെ അമ്മ ഇങ്ങനെ നശിപ്പിച്ച എൻ്റെ ജീവിതം, അതുകൊണ്ട് എന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്കിളിനോട് ബാറിൽ സപ്ലയറായിട്ട് ജോലിക്ക് കയറി. ഒരു ചുരുങ്ങിയ മാസം അങ്ങനെ ബാറിൽ അധികം മാസം ഒന്നും പോകാൻ ഇവിടെ വരുത്തിയില്ല. ചുരുങ്ങിയ മാസം ഞാൻ അവിടെ സപ്ലയറായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് ഇടയ്ക്ക് വീട്ടിൽ വരും അവധി കിട്ടുമ്പോൾ. പക്ഷേ വീട്ടിൽ തന്നെ ഇപ്പാപ്പൻ്റെ വീട്ടിൽ പോയി കിടക്കും. വീട്ടിൽ വരുമ്പോൾ അമ്മയോട് വഴക്കുണ്ടാക്കും. അപ്പച്ചനോട് പറയും ആണുങ്ങളാണ് നട്ടല് വേണം, കെട്ടുതലയെ പൊട്ടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയെ കൊണ്ടുനടക്കാൻ അപ്പച്ചന് നാണമില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അപ്പച്ചനെ കൊണ്ട് എരിവ് കയറ്റിയിട്ട് അമ്മച്ചിയെ തല്ലിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ വീട്ടിൽ വരുത്തുമ്പോഴെല്ലാം അമ്മച്ചി നെഞ്ചത്തടിച്ച് കാറിക്കൊണ്ട് എൻ്റെ മകനെ നീ കാണിക്കുന്നതിനൊക്കെ കർത്താവ് നിന്നോട് കണക്കിടും, നീ എൻ്റെ ആദ്യഫലമ, ഞാൻ നിൻ്റെ ദൈവത്തിൻ്റെ നേർന്നിരിക്കുക, ഞാൻ സത്യം പറഞ്ഞപ്പോൾ നീ ഈ വചനം കൊണ്ട് ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും തല്ലി കൊന്നാൽ നിങ്ങൾക്ക് വട്ടാന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയും, തല്ലി കൊന്നതിന് പോകുന്നതെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ നേരെ തൊട്ടകളെ പെങ്ങളും കൂടി പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടുതൽ ദേഷ്യം എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയോട് തല്ലാൻ പറ്റത്തില്ലല്ലോ, അമ്മയെ കുറച്ച് പള്ളൊക്കെ പറയേണ്ടത്. അപ്പോൾ ഞാൻ പെങ്ങളെ പിടിച്ചെന്നെ തല്ലി. പെങ്ങളെ പിടിച്ച് തല്ലിക്കൊണ്ട് കുരിച്ച് നിർത്തി ഇടിയൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അമ്മയെ വിളിക്കും. അമ്മ ഇങ്ങനെ വന്നൊരു കാര്യം കാണിക്കുന്നത്. അമ്മ അടുത്തോണ്ടുമ്പോഴത്തേക്ക് പെങ്ങൾക്ക് നല്ല അടി കൊടുത്തിട്ട് പറയും, ഇപ്പം അടിച്ച അടിയുണ്ടല്ലോ, ഇത് നിങ്ങൾക്കിട്ട് തരുന്ന എനിക്ക് നേരിട്ട് തല്ലാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തല്ലുക ഏത് പണി ഇവിടെ പിടിച്ചു തരും. അങ്ങനെ ഒരു ദിവസം ഞാൻ തല്ലാനായിട്ട് ഒരു ദിവസം പതിപോലെ ഇവിടെ വിളിച്ചു. എൻ്റെ പെങ്ങളെ വിളിച്ചപ്പോൾ നേരെയുള്ള പെങ്ങളെ അവിടെ വിളിച്ചപ്പോൾ അവൾ വലിയ പുഞ്ചിരിച്ചത് സന്തോഷത്തോടെ ഇന്ന് തരാനുള്ള ദിവസം ഇന്ന് തന്നേരും എന്ന് നമ്മൾ ഓടി വരുമോ. എന്നിട്ട് പറഞ്ഞു, ചാച്ചാച്ചൻ ഇനി എത്ര എന്നെ തല്ലി എനിക്ക് സങ്കടമില്ല, എൻ്റെ ദൈവം എന്നെ കഴിഞ്ഞ രാത്രി ദർശനം കാണിച്ചു. ഈ നിന്ദിക്കുന്ന ബൈബിളും എടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട്
യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന ചാച്ചാച്ചനെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. എന്നെ പറഞ്ഞാൽ ചാച്ചാച്ചൻ ദൈവവേല കിടന്നു തല്ലിക്ക് എനിക്ക് സങ്കടം ഇടുന്നു. അതോടെ കിടന്ന് എനിക്ക് ഇരട്ടി ദേഷ്യം വന്നു. ഞാൻ ഇഷ്ടംപോലെ മുടിക്കത്തിന് പിടിച്ച് കുനിച്ച് ചവിട്ടിട്ട് നിൻ്റെ ഫാദറാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെതായ ഭാഷയിൽ കത്തോലിക്ക ഭാഷയിൽ വഴക്കൊക്കെ പറഞ്ഞ് തല്ലിയൊക്കെ കൊടുത്ത് വിട്ടുവെക്കലും. എനിക്ക് ഇന്നൊരു കാര്യം അറിയാം. ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആ ദർശനത്തിൻ്റെ പൂർത്തികൾ ഓർക്കാറുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി നിന്ദിച്ച ആ ബൈബിളുമായിട്ടൊന്ന് സാക്ഷി പറയുവാൻ ദൈവം അവസരം കൊടുക്കുമെന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എൻ്റെ പെണ്ണെ കൊടുത്ത ദർശനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഞാൻ ഈ രാജ്യത്തും വന്ന് ഈ സാക്ഷ്യമാണ് ഇപ്പം കർത്താവ് കരുണ കാണിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് രാജ്യത്തെ കാലഘട്ടം എനിക്ക് സ്വന്തം ബന്ധം ആരുമില്ലായിരുന്നു, ഒറ്റ മനുഷ്യനില്ലായിരുന്നു. എൻ്റെ യേശുപ്പച്ചനല്ലാതെ എനിക്കിവിടെ പരിചയപ്പെട്ട ആരുമില്ലായിരുന്നു. ഇപ്പം എൻ്റെ ചോരയാണെന്ന് വെച്ചാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഇതുപോലെ കുടുംബ കർത്താവ് എനിക്ക് ഒരുക്കിയപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ദർശനങ്ങളുടെ പൂർത്തീകരണം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും വർഷം എത്ര പഴകിയാലും കർത്താവ് ഒരു ദർശനം തന്നാൽ, ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ അത് ദൈവത്തിൻ്റെ സമയത്ത് നിറവേറ്റും. അത് ഞാൻ അനുഭവത്തിൽ ഹൃദയംഗമായിട്ട് പറയട്ടെ, നിങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. എനിക്ക് നന്നായിട്ട് നമ്മൾ അതുകൊണ്ട് ഒരുമിച്ച് യേശുപ്പച്ചനെ ഇന്ന് രാത്രിയുടെ കുമ്പിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്നവൻ, നമ്മുടെ സകല ദർശനങ്ങളും പൂർത്തീകരിക്കുന്നവൻ, തക്ക സമയത്ത് വാഗ്ദത്തങ്ങൾ നിവർത്തിയിരിക്കുന്നവൻ. ആ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ എൻ്റെ പെങ്ങൾക്ക് ആ കർത്താവ് ദർശനം കൊടുത്തു. അതിൻ്റെ പൂർത്തീകരണയോടെ ആയിരിക്കുന്നു. എന്നാൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് വന്നത് സംഭവിച്ചത് ഈ എൻ്റെ ഇപ്പാവന് ഹൈറേഞ്ചിൽ ഒരു ഷാപ്പുണ്ട്. അപ്പോൾ ഈ കത്തോലിക്കർക്ക് പിന്നെ അറിയാലോ, ഷാപ്പോ ബാറോ ഒന്നൊരു പ്രശ്നമില്ല. അപ്പോൾ ഇപ്പാപ്പൻ്റെ ഷാപ്പിൽ പലരും കുടിക്കാൻ വരും. ആ സമയത്തുള്ള ചീട്ടുകളിയുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഒരു 17 വയസ്സ് 18 വയസ്സായി ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാനിങ്ങനെ ചീട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെല്ലാം 10, 50, 40, 60 വയസ്സുള്ള ആൾക്കാർ ചീട്ടുകൾ ചൊല്ലിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്തോലിക്കലൊരു പുള്ളിക്കാരൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 50 വയസ്സ് കാണും. പുള്ളിക്കാരന് ഷർട്ട് ഇടാതെ നെഞ്ചൊക്കെ ഇങ്ങനെ കാണിച്ച് ചീട്ടുകളിക്കാൻ വന്നിരിപ്പുണ്ട്. അപ്പം പുള്ളിയുടെ ശരീരം കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഇതെന്തോ ഡബിൾ ചെന്നോടെ എന്തോ ബോഡിയാണ്, ഇത്രയും പ്രായമായിട്ട് എനിക്കൊരു ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഇത് ശരിക്കും മണ്ണി പണിയുന്ന ബോഡിയാണ്, ഇത് ഇനി ഒരു 80 വയസ്സ് ഇങ്ങനെയൊക്കെ പോകും, അത് കഴിഞ്ഞിട്ട് എവിടെയും തട്ടിപ്പോകുന്നു. അപ്പോൾ തട്ടിപ്പോന്ന് കേട്ടപ്പോൾ അടുത്തിരുന്ന് ചോദിച്ചു, ഇയാൾ തട്ടിപ്പോകുമ്പോൾ എവിടെ പോയി? ഇയാളെ പ്രവർത്തി കണ്ടിട്ട് സ്വർഗത്തിലൊന്നും ലക്ഷണമൊന്നുമില്ല, ഇയാൾ പള്ളിപ്പുരോഗന് പോകാറില്ല, സ്വർഗത്തിൽ പോയി. പുള്ളി പറഞ്ഞു, സ്വർഗം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കത്തോലിക്കനാണ്, എനിക്ക് പള്ളിപ്പോക്കൊന്നും എൻ്റെ എത്തിപ്പെട്ടതില്ല. കാരണം അച്ഛന്മാരും ഉപദേശിമാരും എന്നൊക്കെ പല കള്ളന്മാരാണ്, അവർ കൈ നനയ്ക്കാതെ ജീവിക്കാൻ പഠിച്ചവരാണ്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ലല്ലോ, കാണാത്തൊരു കാര്യത്തെ വിശ്വസിക്കാനേ കിട്ടത്തില്ലെന്നാണ്. അപ്പം ഞാനും ചിന്തിച്ചു, പുള്ളി പറഞ്ഞത് ശരിയാണല്ലോ. കാരണം ആ സമയത്ത് ഇതുപോലെ എനിക്ക് ഇച്ചിരി വായനാശീലമുണ്ട്. അപ്പോൾ ഇളമുറയിൻ്റെ ഏറ്റവും പുസ്തകമൊക്കെ വായിച്ച് ഇച്ചിരി ഹരം പിടിച്ചിരിക്കുന്ന സമയത്താണ് ഈ വർത്തമാനം കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, ഇന്ത്യയിൽ പറയും പിള്ളേർ അനിയകുഞ്ഞെന്ന് ഈ ചേട്ടായി പറഞ്ഞ നേരെ ഇതൊന്നും കാണാത്ത കാര്യം വിശ്വസിച്ച് നമ്മൾ പട്ടന്മാരാകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഇനിവേ ഇദ്ദേഹത്തിന് പിന്നീട് തങ്കമണി സ്ഥലത്ത് കുരുമുളക് വയ്ക്കാൻ പോകുമ്പോൾ പുള്ളി അങ്ങ് പോയി. ഞങ്ങൾ വീണ്ടും ഈ ചീട്ട് കളിക്കുന്നത്, ഞാൻ ചീട്ടുകളി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഇരുന്നു. അപ്പോൾ ഈ ചീട്ടുകൾ എന്ന സാധനം കളിച്ചവർക്കറിയാം, എത്ര മണിക്കൂർ പോയാലും സമയം വേറെ തോന്നത്തില്ല. ബാക്കി ഏത് കളികളെല്ലാം അങ്ങനെ, ക്രിക്കറ്റിലെല്ലാം അങ്ങനെയാണ്. ആകെപ്പാടെ നമ്മൾ സമയം നോക്കുന്ന ആരാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ ഏത് പണിക്കും സമയം, ഈ നാട്ടിലൊക്കെ അയലൊക്കത്തിൽ നുണ പറഞ്ഞ ചേട്ടന്മാരെ കേട്ടിട്ടുണ്ട്, അവർ പോലും സമയം നോക്കത്തില്ല. പക്ഷെ ആരാധിക്കാൻ വന്നിരുന്ന കറക്റ്റ് ടൈം നോക്കിയിരിക്കും. തല പോയാലും അതിന് വീട്ടിലേക്ക് ഭാഷ ഒന്നേക്കും പിടിക്കും, അത് വേറെ വിഷയം. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളുടെ ഡൽഹിയിലെ കാര്യമാണ്. ഇനിവേ ദൈവത്തിൻ്റെ ആ കരുണയിൽ ഞങ്ങളവിടുന്ന് ഞാൻ പറയാൻ വന്നത്, ഇരുന്ന് അങ്ങനെ വർത്തമാനം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകാതായിരിക്കും. ഏകദേശം 2 മണിക്കൂറായി കാണും. ഞങ്ങളുടെ റോഡിൻ്റെ സൈഡിലാണ് ഈ ഷാപ്പ്. റോഡിനോട് ചേർന്ന് ഒരു ജീപ്പ് വന്ന് നിന്നിട്ട് ഈ ഡ്രൈവർ വണ്ടി പെട്ടെന്ന് സടവിലേക്ക് ഇട്ടിട്ട് അയ്യോ ഓടി പോയി, ആരെങ്കിലും പെട്ടെന്ന് പോയാൽ വേണ്ടി വിളിച്ചു പോയി. ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു, നമ്മുടെ അനിയമ്മ അറ്റാക്ക് വന്ന് മരിച്ചു, ഇതാണ് ഡെഡ് ബോഡി വണ്ടിക്കകത്തോളം. ഇപ്പം എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നിന്ന് നിപ്പിൽ ഞാൻ അങ്ങോട്ടുള്ള പോയി 2 മണിക്കൂർ എൻ്റെ ഒരു പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് കേട്ടാൽ എങ്ങനെ വിശ്വസിക്കല്ല, എങ്ങനെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും? അപ്പോൾ എൻ്റെ കണ്ണുവിൽ ആ കൊച്ചു പ്രായത്തിൽ ആദ്യമായിട്ടൊരു മരണം ഞാൻ കണ്ടു. ഒന്നാമത്തെ വിഷയം. 2, നിന്ന നിപ്പിൽ ആ മനുഷ്യൻ മരിച്ചതെന്നാണ് അടുത്ത പ്രശ്നം. 2, അദ്ദേഹം 70-80 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രൗഢി ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അഹങ്കാര വർത്തമാനമല്ല, അദ്ദേഹത്തിൻ്റെ ആയുസത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മരണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്, ഫസ്റ്റ് പാർട്ട് ആയി മാറിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശവശരീരം കണ്ടു. ഈ ഡെഡ് ബോഡിയുടെ അറ്റത്ത് ഞാനും പിടിച്ചു. അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി പോകുന്ന വഴിക്കൽ എൻ്റെ ഹൃദയമായിട്ട് ഭയങ്കരമായിട്ട് നെഞ്ചു പൊട്ടുന്നുള്ളൊരു അവസ്ഥ വന്നു. കർത്താവ് ഇത്രയുള്ള ജീവിതം, ഇതെന്തൊരു ജീവിതമാണ്, ഇങ്ങനെ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ, എനിക്കൊരു പിടിയും കിട്ടുന്നത്, സ്വർഗ്ഗത്തിൽ നരകവും ഇല്ലെന്ന് ഞാനും ചിന്തിക്കുന്നത്. പക്ഷേ ഓർക്കപ്പത് മരിച്ചെഴുത് ചെയ്യും, ആകെപ്പാടെ ഒരു കണ്ടീഷനായി വിഷമമായി. തിരിച്ചിങ്ങോട്ട് ഏതായാലും ശബ്ദത്തോട്ട് അല്ലെ കുളിച്ചേക്കാൻ നോക്കുന്നത് വീട്ടിലോട്ട് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഇപ്പാപ്പൻ, ഈ ഇളയ ഇപ്പാപ്പൻ ഷാപ്പിരിക്കുന്ന ഇപ്പാപ്പൻ വന്നിട്ട്, ഇടാ ഇന്ന് നിൻ്റെ വീട്ടിൽ
അപ്പച്ചൻ വീട്ടിലില്ല, മദ്രാസിലങ്ങോട്ട് പോയിരിക്കും. ആ പെന്തക്കോസ്തുകാരനോട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, ഇതിങ്ങനെ അങ്ങ് പോയാൽ ശരിയാകത്തില്ലല്ലോ, ഇവരുടെ വരവങ്ങ് കൂടിയില്ലോ, നമുക്ക് ഇവന്മാരെ പോയി തല്ലിയും ഓടിക്കാൻ തോന്നി, കണ്ടജാതികളാണ് അവിടെ വീട്ടിൽ കയറി നിരം കണ്ട പോയി അടിച്ച് കുടിച്ചേക്കാൻ തോന്നും. എന്നാൽ പിന്നെ ഏതായാലും കുളിക്കണം, എന്നാൽ ഈ പണിയുടെ കഴിഞ്ഞിട്ട് പോയി കുളിച്ചേക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവരുടെ തല്ലാനായിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീടിനടുത്ത് വന്നപ്പം ഒരു കാപ്പിയുടെ കമ്പൊക്കെ ഞങ്ങൾ രണ്ടുപേരും വെട്ടി. അപ്പം വെട്ടിക്കഴിഞ്ഞപ്പം ഇപ്പം അവനോട് ഞാൻ പറഞ്ഞു, ഇപ്പം വൈകിട്ട് ചില അന്തികച്ചവടം നടക്കുന്ന സമയമല്ലേ, ഇവർ ഈ പെന്തക്കോസ്തുകാർ തന്നെ ഒന്നാമത് 8-10 പേരേ ഉള്ളൂ, ഇവർ തല്ലിയാൽ തിരിച്ചു തല്ലത്തില്ലെന്നാണ് കേട്ടേക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പം അവനോട് അത് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ മതി ധാരാളം. പിന്നെ തന്നെയല്ല, നമ്മുടെ ഇത് കുടുംബത്തിൽ കയറി ഇങ്ങോട്ട് അവർ നമ്മളെ ഒന്ന് ചെയ്താൽ ഞാൻ എന്നെ ചെയ്താലും അവർ മേടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഇവർ തല്ലിയെ തിരിച്ചു തരത്തില്ല, 2 നമ്മുടെ കുടുംബത്തിൽ തല്ല ഇവർക്ക് ഇങ്ങോട്ട് നമ്മളൊന്നും വഴക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ധൈര്യത്തിൽ ഇപ്പാപ്പനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയാറുണ്ട്, തല്ലിയ തിരിച്ചു തല്ലത്തില്ലെന്ന് അന്ന് പെന്തക്കോസ്തുകാർക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊക്കെ കേട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല നേരായി. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഇപ്പോഴത്തെ പെന്തക്കോസ്തിൻ്റെ ആത്മാവൊക്കെ നമുക്ക് പലർക്കും അറിയാം, തല്ലി നോക്കണം, അപ്പോഴേ കൃപയോടെ വ്യാപരിക്കുന്ന അറിയത്തുള്ളൂ. എനിവേ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് ചെന്ന് വീടിൻ്റെ ഡോറ് കൊട്ടാനുള്ള തുടക്കം വന്നപ്പോൾ പെട്ടെന്ന് ചോദിച്ചു, പെരയ്ക്കകത്ത് കയറി തല്ലുക എന്നുള്ളത് തിണ്ണമിടി കാണിച്ചത്, അത് ഇപ്പോൾ ഒരു നായ്ക്കുട്ടിയെ പോലെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. എന്നാൽ അപ്പോൾ ഞമ്മമാരിങ്ങനെ ഇറങ്ങി വരട്ടെ, വീടിൻ്റെ വെളിയിൽ അങ്ങനെ നിൽക്കാം, വരുന്ന വഴിക്ക് ഓരോ തല്ലും കൊടുത്ത് മേലെ എൻ്റെ പറമ്പിൻ്റെ അതിരെ കണ്ടാക്കല്ല എന്ന് പറഞ്ഞ് ഓടിക്കാന്നുള്ള ചിന്തയിൽ ഞാൻ ആ വീടിൻ്റെ പുറകുവശത്തോട് മാറിയിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഈ പാട്ട് കേട്ടു, പ്രാർത്ഥന കേട്ടു, ആരാധന പ്രസംഗമെല്ലാം കേൾക്കാൻ ദൈവം ഒരു ജീവിതത്തിലല്ലാതെ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകാൻ പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ പോകത്തില്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഓരോരുത്തരെ സന്ദർശിക്കാൻ പല വഴിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ പുറകുവശത്ത് കേട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലേ, ഇന്നലെ പാസ്റ്റർ പ്രസംഗിച്ച മെസ്സേജ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, നല്ല മെമ്മറിപ്പുള്ള മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വായന ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തിലിരിക്കും. അപ്പോൾ അന്ന് പ്രസംഗിച്ച മെസ്സേജ് കർത്താവിൻ്റെ കുരിശുമരണത്തെ കുറിച്ചായിരുന്നു. 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് താൻ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിലും പറഞ്ഞാണല്ലോ. ഒന്നാമത് ഏറ്റവും കൂടുതൽ എത്ര പള്ളിയിൽ പോകുന്നവരിൽ ഏറ്റവും കൂടുതൽ ദുഃഖവെള്ളിയാഴ്ച കുരിശുമരണവും ആ ധ്യാനവും ആണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തെ അറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിനെ ശരിക്കും സമർപ്പിച്ച് ഞാൻ പള്ളിയിൽ പോയിട്ടുള്ളത് ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ കുരിശുമരണം പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് വളരെ എന്തോ ഒരു കേൾക്കാനുള്ള ഒരു അഡിക്ഷൻ ഉണ്ടായി. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മെയിൻ പോയിന്റ് ഇതാണ്, ഈ 2 കള്ളന്മാരും മരിക്കുമെന്ന് അറിയാമെങ്കിലും മരണത്തെ മുന്നേ കണ്ടിട്ടും ഒരുത്തിനും മാനസാന്തരമില്ല. മറ്റവന് അനുതാപം തോന്നി മരിച്ചു. ഈ സംഭവം നമുക്കറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇന്ന് എനിക്കോ നിനക്കോ മരണത്തിൻ്റെ ഒരു ഡേറ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് തൊട്ട് തലയാഴ്ച വരെ നമുക്ക് ആ ജീവിതം ആസ്വദിക്കാമായിരുന്നു. അത് ഞാൻ ഒരാഴ്ച മതി നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട്. പക്ഷെ മരണം കറക്റ്റ് സുനിശ്ചിതമാണെങ്കിലും മരണത്തിൻ്റെ സമയം നിശ്ചിതമല്ലാത്തത് കൊണ്ട് അത് 10 വയസ്സുള്ള കുട്ടിയെ ബാധിക്കാം, 70 വയസ്സുള്ള അപ്പച്ചനെ ബാധിക്കാം. അതിന് പ്രായവ്യത്യാസമില്ല, സമയവ്യത്യാസമില്ല. ഓർക്കാപ്പുറത്ത് ഇന്ന് ഈ രാത്രി ആ മരണം നിന്നെ സ്പർശിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഇന്ന് നിങ്ങളുടെ പരദേശ വാഴുമെന്ന് ആ കള്ളനോട് പറഞ്ഞ പോലെ അവനെ ഭാഗ്യം കിട്ടി മരിപ്പടയത്തിരുന്നു. അങ്ങനെ ഒരു അഷ്വറൻസ് നിനക്കില്ലെങ്കിൽ നിന്നെ പോലെ നിർഭാഗ്യവാനായ ഒരു വ്യക്തി ലോകത്തിലില്ല എന്നൊരു വലിയ സന്ദേശം പുള്ളി കൊടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഈ ചേട്ടായി ഇപ്പുറത്ത് മരിച്ചു കിടക്കുന്ന രംഗം എന്നെ അലട്ടാൻ തുടങ്ങി. എടാ നിന്ന് ഇവർ ആ പുള്ളി മരിച്ചു, ഇതുപോലെ ഞാൻ ഈ കുട്ടിയെ സമയത്ത് നിന്ന് ഇവർ മരിച്ച എന്ത് ചെയ്യും? ആ ഒരു പ്രയാസം, ആ ഒരു ചിന്ത വന്നപ്പോൾ കർത്താവ് ഞാൻ എൻ്റെ അമ്മയെ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു. അപ്പം പെന്തക്കോസ്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ പോകണം, കർത്താവ് നിത്യത ഉണ്ടാകണം, മരിച്ച് എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകണം, എനിക്ക് അതിനെക്കുറിച്ചൊരു വേദനായി. അപ്പം നമ്മൾ ഈ കുമ്പസാരിക്കുമ്പോൾ പാവമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മുട്ടയിലോട്ട് കുത്തി, എൻ്റെ ഈശോയെ എന്നോട് പൊറുക്കണമേ, ഞാൻ വീട്ടിൽ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നു, ചീത്ത പറയുന്നു, സാധനമില്ല തല്ലി പൊട്ടിക്കുന്നു, ഇതൊക്കെ എന്നോട് പൊറുക്കണമേ, എൻ്റെ കള്ളത്തരങ്ങളെ ക്ഷമിക്കണം കൊണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞ് കർത്താവെ എൻ്റെ പൊന്നീശോയെ എന്നോട് കരുണ കാണിക്കണേ, എൻ്റെ ഉള്ളിലോട്ട് വസിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതായിരുന്നു എൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന എന്ന് പിന്നെ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദിവസം മാനസാന്തരപ്പെട്ട ദിവസം ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചില പറയാനുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇന്ന ദിവസം മാനസാന്തരത്തിൽ ഞാൻ അത്ഭുതപ്പെടുക, കർത്താവ് എനിക്ക് അങ്ങനെ ദിവസം ഇല്ലല്ലോ, മീൻസ് ദിവസമുള്ളത് ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് മുട്ടുകുത്തിയിരുന്ന് ഞാൻ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് എൻ്റെ മാനസാന്തരത്തിൻ്റെ ഡേറ്റ് ആണ്. പിന്നീട് ഹൈസ്കൂളിൽ പഠിച്ച സാറന്മാരെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടുന്നത്. ഇനിവേ ഞാൻ മുട്ടുകുത്തിന്ന് എൻ്റെ കർത്താവിൻ്റെ സന്നിധി കരഞ്ഞു, ഈശോയുടെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഒരു പെട്ടെന്നൊരു വലിയൊരു ദൈവിക അനുഭൂതി എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവരെന്തുമായിട്ട് ഏത് ജാതിയുമാകട്ടെ ഇവർ ദൈവികാര്യമാണല്ലോ പറഞ്ഞത്, അപ്പോൾ ഇവരെ അന്ന് അവിടെ വഴിക്ക് വിട്ടേക്കാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ വടിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നിന്ന രംഗം പോലും കാണിക്കാതെ ഞാൻ തിരിച്ചു പോകുന്നു.
അത് കഴിഞ്ഞിട്ട് ആ ഒരാഴ്ച വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കിയാൽ സൈലന്റ് ആയിട്ട് നിന്നു. അപ്പോൾ തൊട്ട് എനിക്കെന്ത് ജിജ്ഞാസയായി, കത്തോലിക്കര ഞങ്ങളാണ് സത്യക്രിസ്ത്യാനികൾ, ഇവർ ബന്ധുക്കൂസരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവർ അന്ത്യകാലത്ത് കള്ളപ്രഭാവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ യാക്കോബക്കാരുണ്ട്, മർത്തോമാക്കാരുണ്ട്, ഇതിൽ ഏത് സ്വഭാവം ശരി, എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങനെ ആകെപ്പാടെ കണ്ടീഷൻ ആയിരിക്കും. മനോരമ പേപ്പറിൽ ഞാനൊരു പരസ്യം കണ്ടു, സ്വതന്ത്രമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന സ്ഥാപനം മാവേലിക്കര IM എന്നുള്ള സ്ഥാപനത്തിൻ്റെ പേര് കണ്ടു. ഞാൻ അങ്ങോട്ട് കത്തെഴുതി, ഞാനൊരു കത്തോലിക്കനാണ്, എനിക്ക് ബൈബിൾ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. അവിടെ അവരെനിക്ക് റിപ്പോർട്ട് തന്നു, ചെല്ലാൻ പോകണ്ട്. അങ്ങനെ എൻ്റെ തൊട്ടടുത്ത് മാതാവിനൊരു പള്ളിയുണ്ട്. എവിടെ പോലെ ഞാൻ മാതാവിനെ വിളിക്കാൻ പോകത്തില്ല. രാത്രി കടന്നുറങ്ങുമ്പോൾ ലാസ്റ്റത്തെ വിളി എൻ്റെ അമ്മയും മാതാവെ കാത്തുകൊള്ളുന്നതാണ്. അത് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ഉറങ്ങത്തില്ല. ഇനി സൺഡേ കുർബാനയ്ക്ക് പോലും എത്രയും തീവ്ര മാതാവ് ചെല്ലാനിടുന്നു, വേലയ്ക്ക് എല്ലാ ശനിയാഴ്ചയും പോകും. അങ്ങനെയുള്ള ഞാൻ ഈ ബൈബിൾ കോളേജ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി തലേദിവസം പോയി പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ കാത്തുകൊള്ളണേ, ഞാൻ പഠിക്കാൻ പോവാണ്, അവർ ഏത് ജാതിയെന്ന് എനിക്കറിയത്തില്ല, സ്വതന്ത്രമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഏത് ജാതിയാണെങ്കിലും ഞാൻ എൻ്റെ കത്തോലിക്ക ബൈബിളായിട്ടേ പോകത്തുള്ളൂ. എൻ്റെ ബൈബിളില്ലാത്തൊരു കാര്യം അവർ പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവർ പക്ക കള്ളവരാണ് ഇറങ്ങിപ്പോരും. പക്ഷേ അമ്മയുടെ കൃപ എനിക്ക് വേണം, പഠിക്കാനുള്ള ബുദ്ധി വേണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പ്രാർത്ഥന അമ്മയുടെ പള്ളിയിൽ പോയി നടത്തിയിട്ട് ഞാൻ കത്തോലിക്ക ബൈബിളുമായിട്ട് മാവേലിക്കര പോയി. അങ്ങനെ അവിടെ ചെന്ന് പഠിത്തം തുടങ്ങിയപ്പോൾ അത് ഈ ബ്രദറുകാരുടെ ബൈബിൾ സ്കൂളായിരുന്നു, പെന്തക്കോസ്തുകാരുടെ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്തിൽ എനിക്ക് ഉപദേശകരമൊന്നും നടത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് വന്നൊരു വിഷയം ഈ പെന്തക്കോസ്തിൽ തുള്ളല. തൊട്ട് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ പെന്തക്കോസ്തിൽ ആത്മാവിലായില്ല പാസ്മാർ തുള്ളുന്നത് അല്ലേ, വിശ്വാസത്തിൽ നിന്ന് ആരാധിക്കണം എന്ന് പറയും. പക്ഷേ ബ്രദറുകാരുടെ അങ്ങനെ പരിപാടിയില്ല. അപ്പോൾ ഞാൻ കത്തോലിക്ക രീതിയിൽ തന്നെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പാട്ട് പാടുന്നു, കൈ ഊപ്പുന്നു, വണങ്ങുന്നു, അതേ രീതിയിലുള്ള പാട്ടും പ്രാർത്ഥനയും ആരാധനയായപ്പോൾ എനിക്ക് ഒത്തിരി താല്പര്യം വന്നു അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. അങ്ങനെ പഠിക്കുമ്പോൾ എൻ്റെ ഓരോരോ ഡൗട്ട്സ് ഞാൻ അവരോട് ചോദിച്ചു. എല്ലാത്തിനും ക്ലിയറാക്കി അവർ പറയാൻ തുടങ്ങി. അത് മൊത്തം ഞാൻ ബൈബിൾ സെർച്ച്, എൻ്റെ ബൈബിൾ നോക്കും. ചുരുക്കി പറയാം, ഏകദേശം 4 മാസത്തെ ബൈബിൾ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ സ്നാനപ്പെടുന്നത്. സാധാരണ നാട്ടിലെല്ലാവരും ബൈബിൾ കോളേജിൽ പോകണമെങ്കിൽ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിങ്ങനെ ഓർഡറില്ല. പക്ഷേ ഞാനവിടെ പഠിച്ച 4 മാസം കഴിഞ്ഞിട്ടാണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട അന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. സ്നാനപ്പെട്ട് വന്ന് കയറി അങ്ങോട്ട് വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ കരണ്ടയിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ശരീരത്തിൽ വിറയലുണ്ട്, അതുപോലെ എൻ്റെ ദേഹം മൊത്തം അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മറ്റു ബൈബിൾ സ്കൂളിൽ പിള്ളേരുണ്ട്, എന്നെ എടുത്ത് അങ്ങ് കിടുങ്ങാൻ തുടങ്ങി, എന്നെ വിറയ്ക്കാൻ തുടങ്ങി, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. പഠിക്കുന്ന സ്ഥാപനം ബൈബിൾ ബ്രദറുകാരുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ എതിർക്കുന്ന സ്ഥാപനം. പക്ഷേ ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഈ കരണ്ട് തൊട്ട് എൻ്റെ ഷിവർ എൻ്റെ ശരീരം മൊത്തം വിറച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വളരെ ശക്തിയോടെ പിടിച്ച് അത് അങ്ങോട്ട് ഒതുക്കി ഒരു 5-10 മിനിറ്റ് എക്സ്പീരിയൻസ് നിന്നു, ഒരു തരത്തിൽ കൺട്രോളിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ ദിവസം കട്ടിലേ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൻ്റെ മയക്കത്തോട് വീഴുമ്പോൾ കട്ടിൽ സതിങ്ങനെ ഭൂമി കുലുക്കുന്ന പോലെ കട്ടിൽ എന്നെ എടുത്തിട്ട് അങ്ങ് കുലുക്കാൻ തുടങ്ങി. അത് കുലുക്കുന്ന ഞാൻ ദൈവം പെട്ടെന്ന് ഭൂമി കുലുക്കം വന്നോ, എൻ്റെ അപ്പനെ ഒന്നും കാണാൻ പറ്റത്തില്ല, ആകെപ്പാടെ സങ്കടപ്പെട്ടു, കർത്താവ് രക്ഷിക്കണം വീണ്ടും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ എക്സ്പീരിയൻസ് മാറിയത് അവിടെ അകത്തൊരു സാറുണ്ടായിരുന്നു. സാറിനെ വിളിച്ചു, സാറേ വലിയൊരു ഭൂമി കുലുക്കം ദൈവം നമ്മെ രക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. പുള്ളി എവിടെ കുലുങ്ങി ഇവിടെ ആർക്കും തോന്നിയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഞാനിങ്ങനെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ മരിച്ച് ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഒരു കാഴ്ച എൻ്റെ കൺമുമ്പിലേക്ക് തെളിഞ്ഞു വരിക. ഇത് വന്നപ്പോൾ ഇത് ദർശനമാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ ഇതാ കാണുന്നത്. ഉടനെ ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ ചെന്നൊരു സാറിനോട്, സാറേ ഇങ്ങനൊരു കാഴ്ച എൻ്റെ വല്യപ്പച്ചൻ ഇങ്ങനെ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന കാഴ്ചയാണ്, എനിക്ക് വീട്ടിൽ വരുന്ന പോകണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, ആദ്യം നിനക്ക് വിറയിലാണെന്ന് പറഞ്ഞു, കരണ്ടടിക്കുമെന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതവിടെ ശവപ്പെട്ടി വരുന്നു, ബ്രദറെ സംതിങ് ഈസ് റോങ് വിത്ത് യു. ഞങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന്. അപ്പം ഞാൻ പട്ടക്കട ഇരുന്ന സമയത്ത് പോലും മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ദൈവത്തെ വിളിച്ചപ്പോഴും ഇപ്പം തന്നെ കർത്താവിൻ്റെ കാര്യം വിളിക്കുന്നത് ഞാനിങ്ങനെ ഈ സമയത്ത് ഇതൊക്കെ കാണുന്നത്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലോട്ട് പോയി കാര്യം ചെയ്യില്ല, കട്ടപ്പന ചെന്ന് ബസ് ഇറങ്ങി അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അയൽക്കാരൻ ഒരാൾ, റെജിമോൻ ഇത്രയും പെട്ടെന്ന് ആൾ പറഞ്ഞ് വന്നു, ചെന്ത് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ വല്യപ്പച്ചൻ ഇന്നലെ രാത്രി മരിച്ചിട്ടെന്ന് പറഞ്ഞു. നിന്നെ എങ്ങനെ ആളറിയിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഭാരപ്പെടുകയെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ശവപ്പെട്ടിക്ക് തന്നെ വല്യപ്പച്ചൻ കിടക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. അങ്ങനെയാണ് പെന്തക്കോസ്തിൻ്റെ സത്യവും ദർശനത്തിൻ്റെ ശക്തിയും കൺമുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കുന്ന ദൈവത്തെയും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു. പക്ക ഒരു റിയൽ പെന്തക്കോസ് അനുഭവത്തിലേക്ക് മാറുവാൻ എനിക്കത് മുഖാന്തരമായി. തുടർന്ന് ഞാൻ IPCയുടെ ബൈബിൾ കോളേജ് തലവെപ്പ് പാസ്റ്റർ PM ഫിലിപ്പ് സാറിനെ പോയി കണ്ടു. PM ഫിലിപ്പ് അപ്പച്ചനോട് ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ പറയാൻ പുള്ളി എന്നെ ഒത്തിരി എടുത്തുകൊണ്ട് ടെസ്റ്റ് മണി ഇപ്പോൾ അച്ഛനോട് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിക്കുന്നു. ഈ PM ഫിലിപ്പിന് IPCയിലെ മരിച്ചുപോയ പാസ്റ്റർ PM ഫിലിപ്പ് എൻ്റെ ടെസ്റ്റ് മണി കേട്ട് അന്നത്തെ കാലത്ത് കത്തോലിക്ക നടക്കുന്നത് വളരെ ചുരുക്കം. പട്ടക്കടയിൽ നിന്ന് ചാടി വന്നു, ബ്രദറിന് പോയി, അവിടെ നിന്ന് ദൈവം ഇറക്കി വിട്ടു. ഇങ്ങനെയുള്ള പല സന്ദർഭത്തിലൂടെ നടത്തി വിട്ട് കടന്നു വന്ന ഒരു പയ്യനെ കണ്ടത് കൊച്ചു പ്രായത്തിൽ തന്നെ പുള്ളി എന്നെ പലയിടത്തും കൊണ്ട് എൻ്റെ ടെസ്റ്റ് മണി വരെ വിളിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറിയൻ്റെ ബൈബിൾ കോളേജ്, കൊല്ലാടി ജാക്കോസിൻ്റെ ബൈബിൾ കോളേജിന് പഠിക്കാൻ കയറി.
പഠിച്ച് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ദേഹം മൊത്തം ചൊറി വന്ന് പൊട്ടാൻ തുടങ്ങി. എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ മേലാത്തൊരവസ്ഥ, ദേഹം മൊത്തം ചൊറിയുക. ഇവിടുന്ന് കൈയെടുത്ത് ചൊറിച്ചിൽ മാറ്റുമ്പോൾ ഇവിടെ വരും. അങ്ങനെ ദേഹം മാസം ചൊറിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വിശ്വാസം ഇറങ്ങിയപ്പോൾ എനിക്കൊരു എല്ലാവർക്കും ഉണ്ടല്ലോ വിശ്വാസം ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഡെഡിക്കേഷൻ. ആ ഒരു ഡെഡിക്കേഷനിൽ സ്തോത്രം നമ്മൾ വളരെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വീഴ്ച ഞാൻ ഓർത്തു. കാരണം ഞാൻ ഡെഡിക്കേഷൻ ഞാൻ മരുന്നെടുക്കത്തില്ലെന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ബോഡി കർത്താവിനുള്ളത്. ചത്തു ജീവിച്ചു ഇനി കർത്താവിനോട് കൊടുത്തേക്കുക. അതുകൊണ്ട് എന്നാ വന്നാലും മരുന്നെടുക്കത്തില്ല, എൻ്റെ അമ്മയും മരുന്നെടുക്കത്തില്ല, ഞാനും എടുക്കത്തില്ല. അങ്ങനെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് എൻ്റെ ദേഹം മൊത്തം ചൊറി വന്ന് പൊട്ടിയപ്പോൾ എനിക്ക് മരുന്നെടുക്കാത്തത് കൊണ്ട് ഞാൻ എന്നെ സ്കൂളുകാർ നിർത്തിയില്ല. എന്നോട് പറഞ്ഞു വീട്ടിൽ പോകാൻ പറഞ്ഞു, ചൊറി മാറിയിട്ട് വന്നാൽ മതി. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയും ഈ പെങ്ങന്മാരും വിശ്വാസമുണ്ട്, അവർ മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ദേഹം മൊത്തം ചൊറി വന്ന് പൊട്ടിയിരിക്കുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഈ പെങ്ങന്മാരും, എൻ്റെ അനിയന്മാർക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ അപ്പച്ചനും കുഴപ്പമില്ല, ആർക്കും ആദേശത്താർക്കും ഞങ്ങൾ മാത്രം ചൊറി വന്ന് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങളെ ഒരു വലിയ വെറുക്കപ്പെട്ട കൂട്ടമായി കണ്ടു. കയ്യിലെ നഖമെല്ലാം നീട്ടി ചൊറിഞ്ഞു, രക്ഷയില്ലാതെ വന്നു. ഞാൻ ദൈവസന്നിധി പറഞ്ഞ ഫാസ്റ്റിങ്ങിലാണ് അവൻ ചിരട്ടയെടുത്ത് പൊട്ടിച്ചിട്ട് ആ ചിരട്ട കഷ്ണം എടുത്തുകൊണ്ട് എൻ്റെ കാല് അതുപോലെ രക്തവും പഴുപ്പും ഒരുപോലെ ഒഴുകുമായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കും, അത് വായിക്കും, ഇതിട്ട് ചൊറിയും. അവൻ കൈകൊണ്ട് ചൊറിഞ്ഞിട്ട് സുഖം കിട്ടാതെ വന്ന് ആ ചിരട്ടയെടുത്ത് ചൊറിഞ്ഞ് ഇതിന്ന് രക്തവും പഴുപ്പൊക്കെ ഇഷ്ടംപോലെ ഒഴുകിയ നാളുകളുണ്ട്. ആ സമയത്ത് ഞാൻ ആകെപ്പാടെ മാനസികമായി തകർന്നു. വിടുതൽ കിട്ടുന്നുമില്ല, സൗഖ്യമാകുന്നുമില്ല. ആ സമയത്ത് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, വളരെ വയലൻ്റായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇവന് മൂത്ത മകനാണ്, കോളേജ് പഠിക്കാൻ വിട്ടു, ആ ലൈഫ് തകർത്തു, ബാറിൽ പോയി 10 പൈസ ഉണ്ടാക്കാൻ ഓർത്തു, അവിടെ നിന്ന് വിട്ടു, എന്നിട്ട് കണ്ടജാതി പോയി തുള്ളിയിട്ട് ഇതെൻ്റെ വീട്ടിൽ വന്നിപ്പോൾ ചൊറിയും കുത്തി പരിക്കാതിരിക്കുക, ഇങ്ങനൊരു മോൻ എനിക്ക് വേണ്ട എന്നുകൊണ്ട് മേടിച്ചെന്ന് ഷർട്ടും പാലും എല്ലാവരും എൻ്റെ ഫാദർ കത്തിച്ചു കളഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് വീട് പ്രകാശം കത്തിക്കാൻ നോക്കി. പല രീതി പ്രയാസങ്ങൾ വന്നപ്പം എനിക്ക് വീട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ വന്നു. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ വന്നപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇനി എന്തിനാണ് നിന്നെ സേവിക്കുന്നത്? ഒരു വിടുതലും കാണുന്നില്ല, ഒരു സന്തോഷം കാണുന്നില്ല. ഈ കൊച്ചുപ്രായത്തിൽ ഇതുപോലത്തെ അനുഭവിക്കാനുള്ളതായ മാനസികാവസ്ഥ എനിക്കില്ല. അവിടെ ഞാൻ ഇനി പെന്തക്കോസിലോട്ടും ഇല്ല, ഞാൻ ഇനി കത്തോലിക്കലും ഇല്ല. കത്തോലിക്കൽ മുഴുവൻ തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി പെന്തക്കോസിലുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഇനി എങ്ങോട്ടും ഇല്ല വേണ്ട ഒരു ആത്മീയ പിന്മാറ്റം. ഒരു 1-2 മാസം ജീവിതത്തിൽ ഞാൻ ചർച്ചിലോട്ടോ അല്ലെങ്കിൽ ബൈബിളിലോട്ടോ എങ്ങും പോകാതെ അവിടെ കുത്തിയിരുന്നു. ആ ഇരിപ്പിൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ ഏറ്റുമാനൽ, അമ്മ വീട്ടുകാരെന്ന് പറയാൻ പെന്തക്കോസ് പേരെ വീട്ടിൽ കയറുന്നത്. അപ്പോൾ ഇപ്പം പിന്മാറി പോയപ്പം ഞാൻ വീട്ടിൽ ജാമം വീട്ടിൽ ചെന്നു. അവിടെ ഒരു കല്യാണത്തിന് ഞാൻ ചെറുതായിട്ട് ഇച്ചിരി മണലെടുത്ത് വീട്ടിൽ നിന്ന് സഹായിക്കാൻ നോക്കിയ മെയിൻ്റെനൻസിന് എൻ്റെ നടുവൊന്ന് വെട്ടി. ആ നടുവെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല. ആ നടുവൊന്ന് വെട്ടിയതിന് ശേഷം ഞാൻ തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഹൈറേഞ്ചിലോട്ട് പോവുക, വീട്ടിലോട്ട് കാഞ്ഞിരപ്പള്ളി ഞങ്ങൾ കട്ടപ്പനയിലെ വീട്ടിലോട്ട് പോവുക. പോകുന്ന വഴിക്ക് മുണ്ടക്കയമായപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുക. കട്ടപ്പനയ്ക്കുള്ള ബസ് നോക്കി നിൽക്കുമ്പോൾ ഒരു പാസ്റ്റർ, പുള്ളി ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, പുള്ളി ഒരു ദൈവദാസനോട് നിൽക്കുന്നു. എന്നെ കണ്ടപ്പം എന്നെ ഇങ്ങനെ കൈ കാട്ടി പിടിച്ചു. ഞാൻ വീണ്ടും അങ്ങോട്ട് മാറി വന്നു. അവനെ പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നു, എൻ്റെ കൈയെ പിടിച്ച് പേര് ചോദിച്ചപ്പം ഞാൻ അന്നേരം മീശ വെച്ചിട്ടുണ്ട്, താടിയില്ല, മീശയുണ്ട്. അപ്പോൾ പിന്മാറ്റക്കാരനാതൊരു മീശ വെക്കാമല്ലോ, ബൈബിളിൽ പഠിക്കുമ്പോൾ ക്ലീൻ ഷേവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെന്തക്കോസ്തിലുള്ള ഒരു അടയാളമല്ല. പക്ഷെ പുള്ളി എന്നെ കണ്ട് എൻ്റെ പേര് ചോദിച്ചു, എന്താ പേരെന്നൊക്കെ ചോദിച്ചു. വർത്തമാനം കൊള്ളുന്നേ എൻ്റെ കൈയിലോട്ട് ചോദിച്ചു, മോനെ നിന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് കർത്താവ് കണ്ടിരിക്കുന്നതാണ്, നീ കർത്താവിന് വിളിയുള്ള പൈതല, പക്ഷെ ഇപ്പം പിന്മാറ്റത്തില്ല. അതിൻ്റെ ഒരു സൈനായിട്ട് നിന്റെ ബാക്കിൽ കർത്താവ് തൊട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയി ദൈവത്തിൻ്റെ വേലയ്ക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്നെ മൊത്തത്തോടെ തളത്തിൽ വിടുന്നു. ഞാൻ കിടുങ്ങിപ്പോയി. കാരണം എൻ്റെ ഈ ബാക്ക് പെയിനോ നടുവെട്ടിയ കാര്യമോ ഞാൻ ദൈവമുള്ളവനാണെന്നോ ഇപ്പം പിന്മാറി നിൽക്കുകയാണെന്നോ ഈ പുള്ളിക്ക് എങ്ങനെ പിടികിട്ടുന്ന ഞാൻ അന്ന് ആകെപ്പാടെ വണ്ടടിച്ചു. ബസ്സിൽ കയറിയിട്ട് എൻ്റെ കുളിര് കൊല്ലുന്ന പോലെ ആകെപ്പാടെ പേടിച്ച് ചോദിച്ചിട്ട് അപ്പൻ വടക്ക് പറഞ്ഞാലും ലോകത്തിൽ ആര് എതിർത്താലും ഇനി തമ്പുരാൻ വേലയ്ക്ക് പോലെ തളത്തിയിട്ടാൽ അപ്പൻ അമ്മയെ നോക്കുന്നതിനൊക്കെ പരിധിയുണ്ടെന്ന് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് പോകാം, എനിക്കല്ലാതെ വേറെ വഴിയില്ല, എനിക്ക് ജീവിക്കണം. അങ്ങനെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് പിന്നെയും ബൈബിൾ എടുത്തത് എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് 2 കാലം നടന്നു പോകണമെന്നുള്ള ആ പേടി കൊണ്ട്. അല്ലാതെ ഇന്നത്തെ ഇന്നൊക്കെ പാസ്റ്റർ എന്നൊക്കെ പോലെ ഭയങ്കര വലിയൊരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നെങ്കിലും പാസ്റ്റർമാർക്ക് ഒരു പ്രത്യേക പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അതില്ല. എനിക്ക് ഏറ്റവും വെറുപ്പമായിരുന്നു. പക്ഷേ അങ്ങനെ പേടിച്ചിട്ട് ഈ മുഖം കർത്താവിൻ്റെ കരങ്ങളിൽ തന്നത് ഞാൻ സ്വീകരിച്ചു. പിന്നീട് ബൈബിൾ കോളേജ് പോകണമല്ലോ, ഉച്ചയുടെ ദൈവങ്ങളിലോട്ട് ആകണമല്ലോ. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പേപ്പറിൽ അത് അടുത്ത പരസ്യമുണ്ട്, പുല്ലൂർ ബദേൽ ബൈബിൾ കോളേജ്. അങ്ങോട്ട് എഴുതി ഇൻ്റർവ്യൂ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഓർത്ത് കള്ളമൊന്നും പറയണ്ട, ഉള്ളത് മൊത്തം പറഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചാൽ മതി. കത്തോലിക്കന്ന് വന്നതും ഇതുവരെയുള്ള ചരിത്രം തന്നെ. ഇപ്പം ഞാൻ 2 മാസം പിന്മാറ്റത്തിലാണ്. ഈ അവസ്ഥയിൽ പറഞ്ഞ് മീശയൊക്കെ വെച്ച് അങ്ങോട്ട് ചെല്ലുന്നത്. ഇതുപോലെ തന്നെ താനായിരിക്കുന്ന പോലെ തന്നെ ദിവസം ചെല്ലാറുണ്ട്. അങ്ങനെ തന്നെയാണ് ചെന്നിട്ട് അവർ സ്വീകരിച്ചാൽ മതി എന്ന് ചിന്തിച്ചവിടെ ചെന്നു. അപ്പോൾ 88 ഓർക്കണം. 88 മീശ വെച്ച അഡ്വൈസ്കൂടെ പടി കണ്ടിട്ടില്ല. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ കിട്ടിയ സാറന്മാർ വരെ ഹൈസ്കൂളിൽ പഠിക്കാൻ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പം എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ബ്രദറെ ഇത് പട്ടാളത്തിലോട്ടുള്ള റെക്കോർഡുകളല്ല എന്നറിയത്തില്ലെന്ന് ചോദിച്ചു. കാരണം എൻ്റെ മീശ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ ആത്മീയ പട്ടാളമല്ലേ,
ക്രിസ്തുവിൻ്റെ നല്ല പടമായി പോർക്കളത്തിൽ പോരാടാനല്ലേ കർത്താവ് പറഞ്ഞത് എന്ന് തിരിച്ച് മറുപടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി ഇവൻ എവിടത്തൊക്കെയോ എന്തൊക്കെയോ ഇച്ചിരി പഠിച്ചിട്ടാണ് വന്നത്. ഇരിക്കാൻ പറഞ്ഞു, എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, എല്ലാം കഴിച്ചു അറിയിച്ചേക്കാൻ പൊക്കോളം പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ ഇത്രാം തീയതി പെട്ടിയും കടകളിൽ വന്നേക്കാന്ന് പറഞ്ഞത്. അറിയിച്ചേക്കാം പൊക്കോളം പറയുമാരെ എടുത്തിട്ടില്ലെന്നാ ചോദിക്കുക. എന്നെ എടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്നെ പോലെ കഴിവും യോഗ്യത ഉണ്ടായിട്ട് അന്നത്തെ നല്ല ഇത്രയും സാക്ഷ്യങ്ങൾ നടക്കുന്നത് എന്നെ ഇവരൊന്നും എടുത്തില്ല. ഈ ബന്ധുക്കൂസരും കള്ളന്മാരാണ്. ഞാൻ ആ ക്ലീൻ ഷേവും വെച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഈ 2 മാസം ബാക്ക്സ്റ്ററിൻ്റെ അവസ്ഥയും പറയാതെ ഞാൻ അങ്ങ് ചെന്നാൽ അവർ കൈ നീട്ടി സ്വീകരിച്ചെന്നെ. പുല്ലൂർ ഏജിലെ ബൈബിൾ സ്കൂളിൽ കാര്യം പറഞ്ഞു. എനിക്ക് ആകെപ്പെട്ട ടെൻഷൻ വന്നു. ഇവരോടൊക്കെ എന്നെ ദേഷ്യം വന്നു. എന്നെ ദൈവത്തിനൊന്നും വേണ്ടായിരിക്കും വേണ്ടി വീണ്ടും ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ ചെന്നു. എന്തിനാണ് പറയുന്നത്? വീണ്ടും 1 മാസം ഇങ്ങനെ അങ്ങ് പരിഭ്രമിച്ച് കഴിയുക. ഒരു വഴിയും കാണുന്നില്ല. എന്ത് വേലയ്ക്ക് പോകണമെന്നുള്ള വിളി കൊണ്ട് താനും അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും അറിയത്തുമില്ല. ഹൈറേഞ്ചിൽ ഇതുപോലെ ബന്ധക്കോസരൊന്നും ഇല്ല. അന്നത്തെ കൂട് പോലെ മുളച്ചിട്ടില്ല. ഒരു വഴിയില്ലാതെ ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുമ്പോൾ പെട്ടെന്ന്, ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം മാധ്യമ കാര്യം വേണ്ട, പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന്, ന്യൂഡൽഹിയിൽ നിന്ന് എനിക്കൊരു ടെലഗ്രാം വരും. എനിക്ക് ഡൽഹിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എൻ്റെ കൂടെ പഠിച്ച 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് പഠിച്ച 8-9 പേര് കത്തോലിക്കന്മാർ ഡൽഹി പോലീസിലുണ്ട് ആ സമയത്ത്. കാരണം വെച്ചാൽ എൻ്റെ പ്രായത്തിൽ അവന്മാരെല്ലാം ഡൽഹി പോലീസിൽ കയറി. അതല്ലാതെ എനിക്ക് ഡൽഹിയായിട്ട് കണക്ഷൻ ഇല്ല. അപ്പം എനിക്ക് ഡൽഹിയിൽ നിന്നൊരു ടെലഗ്രാം, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ടെലഗ്രാം കിട്ടുന്നത്. പിന്നെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല, ഇനിയോട്ട് കിട്ടത്തില്ല. കാരണം ടെലഗ്രാം അവിടെ തീർന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിന് തെളിയിക്കുന്നത്രേ ഉള്ളൂ. എൻ്റെ പേര് വെച്ചിട്ട്, എൻ്റെ അഡ്രസ്സും വെച്ചിട്ട്, സബ്ജക്റ്റ് ഇതാണ്: കം ഇമ്മീഡിയറ്റ്ലി ഫോർ ദ ലോർഡ്സ് വർക്ക് ഇൻ നോർത്ത് ഇന്ത്യ. ഞാൻ ആ വേർഡ് ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ട് അതാരാ ലോർഡ്സ് വർക്കിന് വേണ്ടിയിട്ട് എന്നെ നോർത്ത് ഇന്ത്യയോട് വിളിക്കുന്നു. താഴെ നോക്കി ഫ്രം പാസ്റ്റർ മാത്യു മെൻ, സോ ആൻഡ് സോ അഡ്രസ്. അപ്പോൾ ഞാൻ ഓർത്തത് ആരാണ് ഈ പാസ്റ്റർ മാത്യു മെൻ? ഡൽഹി എന്ന് പറഞ്ഞാൽ എനിക്ക് പേപ്പർ വായിച്ച് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആ കൃത്യസമയത്ത് തങ്കമണിയിൽ എൻ്റെ ഒരു ഹിന്ദു എൻ്റെ കൂടെ പഠിച്ചവൻ പോലീസുകാരുണ്ടായിരുന്നു, ഡൽഹി പോലീസായിരുന്നു. അവൻ അവിടെ അവധിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ ലെറ്റർ കിട്ടി ടെലഗ്രാം അവനെടുത്തിരുന്നു. എടാ, എനിക്ക് ഇങ്ങനെ ലെറ്റർ ഡൽഹിയിൽ നിന്ന് കിട്ടി, എന്താണെന്ന് അറിയത്തില്ല, നിനക്ക് എന്നെ കുറിച്ച് അറിയാമെന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് പാസമായിട്ട് ഇവിടെ അറിയാവുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ നീ എന്നോട് പോന്നാൽ ഞാൻ ഡൽഹി നിന്നെ കൊണ്ടാക്കാം. ഈ പറഞ്ഞ അഡ്രസ്സ് തന്നെ എത്തിക്കാം. നേരെ ഞാൻ പോലീസോട് നീ പേടിക്കുന്നു വേണ്ടല്ലോ. ഇനി ഇൻ കേസ് അവിടെ അങ്ങനെ സാധനം ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ട് വണ്ടിയെ കയറുന്ന കാര്യം ഞാനുണ്ട്. സത്യത്തിൽ ആ പോലീസുകാർ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡൽഹിക്ക് പോകത്തുമില്ല. കാരണം ആരാ എന്തോ എന്നൊരു ടെലഗ്രാം വന്നുകൊണ്ട് ഞാൻ എങ്ങനെ പോകാം? ചുരുക്കി പറഞ്ഞാൽ വണ്ടിയെ കയറി, നിങ്ങൾ ട്രെയിനിൽ കയറി ഡൽഹി ചെന്നു. എൻ്റെ ആദ്യത്തെ ഡൽഹി യാത്രയ്ക്ക്, എൻ്റെ മിഷൻ യാത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനുമില്ല. എൻ്റെ ഞാൻ ഫാദറിന് പൈസ എടുക്കുന്നത് കള്ളമില്ല. അപ്പം മോഷിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ ടേക്ക് ചെയ്യുന്ന ചർച്ചയുമില്ല. എൻ്റെ കയ്യിൽ കിടന്ന് വാച്ച് കൊണ്ട് വിറ്റ് അന്നത്തെ സമയത്ത് 10-200 രൂപ കിട്ടി. വേറെ ആരുണ്ടൊക്കെ 10, 50, 25 തന്നു. ഏതാണ്ട് 300-400 രൂപ കഷ്ടിച്ചുണ്ടാക്കി ഒരു പാലകൻ്റെ ചപ്പലും ഇട്ട്, ഷൂ, ഡൽഹി ഭയങ്കര തണുപ്പ് സമയമാണ്, തണുപ്പ്, ഒരു പാലകൻ്റെ ചപ്പലും ഇട്ട്, ഷൂ മേടിക്കാൻ പൈസയില്ല, ഒരു ഇവിടെ ഡ്രസ്സും എടുത്ത് ഞാൻ ഡൽഹിയിലേക്ക് യാത്രയായി. ഒരു വടിയോടുകൂടി അല്ലയോ ഞാൻ വന്നതെന്ന് യാക്കോബ് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ ഡൽഹി യാത്ര, എൻ്റെ മിഷൻ യാത്ര അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പാസ്റ്റർ മാത്യുവിൻ്റെ ഓഫീസിൽ ചെന്നു. മാത്യു പാസ്റ്ററെ കണ്ടു. ചെന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ എൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് കിട്ടത്? ഇത്രയും കൃത്യമായിട്ട് എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ടെലഗ്രാം വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, അത് ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് തന്നു, നിൻ്റെ അഡ്രസ്സൊക്കെ തന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ എൻ്റെ സ്ട്രീറ്റ് നെയിമും വീട്ടുപേരും എല്ലാം ചേർത്ത് എങ്ങനെയാണ് ദൈവം പറഞ്ഞത്? അത് ചുമ്മാ കളിപ്പില്ലെന്ന് പറഞ്ഞു. ഒരാഴ്ച എൻ്റെ പുള്ളിയിട്ട് വണ്ടർ അടിപ്പിച്ചു. ഒരാഴ്ച കൊണ്ട് പറഞ്ഞു, മോൻ അന്ന് പൊന്നൂർ ബൈബിൾ കോളേജ് ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാനുണ്ട്. അത് ചേട്ടൻ എന്ത് ബന്ധം? അന്ന് ആ ബൈബിൾ കോളേജ് ചെന്നപ്പോൾ നിൻ്റെ സാക്ഷ്യം കേട്ട അവിടെ നിന്നൊരു സാറിന് സിമ്പതി തോന്നി. അദ്ദേഹം ചിന്തിച്ച്, ഇനി നീ കേരളത്തിൽ നിന്നാൽ ശരിയാകത്തില്ല, നിൻ്റെ പേരൻസ് നിന്നോട് എതിർക്കുന്നു, നിൻ്റെ കുടുംബക്കാർ നിൻ്റെ വീട്ടിൽ നിർത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും പ്രാന്തപ്രദേശം നിന്ന് കഴിഞ്ഞാലും നാളെ ഈ അനുഭവിക്കുന്ന പ്രതികൂലം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ കേരളമായിട്ട് യാതൊരു ടച്ചുമില്ല. അത് നോർത്ത് ഇന്ത്യയിലേക്ക് നിന്നെ പറിച്ചു നട്ടാൽ നീ വിശ്വാസികൾ അവിടെ വളരാൻ സാധ്യതയുണ്ട്. കണ്ട് ആ ഹൈസ്കൂളിലെ സാറ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം SAVC പഠിച്ച വേറൊരു സാറ് പാസ്റ്റർ സാങ്കുട്ടി പഠിച്ചത് കണ്ടാണ്. പാസ്റ്റർ PK സാങ്കുട്ടി എന്ന ആ ഹൈസ്കൂളിൽ രജിസ്റ്റർ ചെയ്യുക. ഇങ്ങോട്ട് അവർ എല്ലാം കത്തെഴുതി, ഇങ്ങനെ ഒരു ബ്രദർ ഞങ്ങളുടെ കൈ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ ഫ്രം അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ആ അഡ്രസ്സോടെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവനെ നിങ്ങൾ ഡൽഹി വിളിച്ചാൽ ദൈവത്തിനോട് ഞാൻ പ്രയോജനപ്പെട്ടുള്ളൂ. ആ സാറ് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സാറ് ഈ പാസ്റ്റർ PK സാങ്കുട്ടി പാസ്റ്റർ മാത്യുവിനും കൂടി ഈ ലെറ്റർ ഫോർവേഡ് ചെയ്തു. അവരത് വായിച്ചപ്പോൾ ദൈവനാമത്തിൽ തോന്നി. അങ്ങനെയാണ് ഒരു ടെലഗ്രാം കിട്ടി നോർത്ത് ഇന്ത്യക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ദൈവത്തോടെ കരുണ കാണിച്ചത്. ഞാൻ അറിയാതെ എൻ്റെ പ്രാർത്ഥന ഒരു അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു. ആ സമയത്ത് കിട്ടിയില്ല. ഞാൻ നിരാശപ്പെട്ട് കടന്നു പോയെങ്കിലും ഞാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി പുറകിൽ നിന്ന് പ്രവർത്തിച്ച വഴികൾ ഞാൻ ഓർക്കുന്നതുകൊണ്ട് വിളിച്ചു വരുത്തിയ ടെലഗ്രാമിനുള്ളിലാണ് എൻ്റെ മിഷനറി പ്രവർത്തനം ഡൽഹിയിൽ ആരംഭിക്കുന്നത്. 88 എൻഡിൽ 20ാമത്തെ വയസ്സിൽ 21 വയസ്സിൽ കയറുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലോട്ട് കാലുകുത്തി. 90 നവംബറിൽ എൻ്റെ 23 വയസ്സിൻ്റെ 23 വയസ്സിൽ കയറിയില്ല. എൻ്റെ മോനെ പ്രായത്തിലോട്ട് ആവുന്ന സമയത്ത് എൻ്റെ കല്യാണം കർത്താവ് നടത്തി.
റാന്നി സ്വദേശി. അവിടെ യാക്കോബിൽ നിന്ന് അവിടെ അപ്പൻ 6-ാമത്തെ വയസ്സ് മരിച്ച് അവിടെ ഒരു ഓർഫണേജിൽ പോയി. ആ ഓർഫണേജ് വളർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരാൾ അവിടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവിടെ വെച്ച് അവിടെ പഠിത്തം കഴിഞ്ഞു. നേഴ്സിംഗിൽ അവിടെ കടന്നുപോയി. തുടർന്ന് കല്യാണത്തിന് ഇവിടെ പാസ്റ്റർ മാത്യുവിൻ്റെ ഒരു ലോക്കൽ ചർച്ച വെച്ച് പാസ്റ്റർ മാത്യുവിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സ്ത്രീധനം തരാൻ നിർത്തിയൊന്നുമില്ല. 5 വയസ്സേക്ക് എനിക്ക് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. ഞാൻ ഓർഫണേജിലാണ് വളർന്നത്. അവിടെ അങ്ങനെ ഒരാളെയാണ് ഞാൻ തേടുന്നത്. എനിക്കൊരു പാസ്റ്റർ വിവാഹം കഴിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. കാരണം ഞാനിങ്ങനെ ഒരു ഓർഫൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളമാരുണ്ട്, അമ്മയുണ്ടെങ്കിലും എൻ്റെ അപ്പം മരിച്ച സെമി ഓർഫണായിട്ട് മാറി. ഞാൻ ഒരു ഓർഫണേജ് വളർന്നുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതകാലത്ത് വന്നുപോയ വഴികളൊന്നും മറക്കാതിരിക്കാൻ ഒരു 2 കുഞ്ഞുങ്ങൾ എനിക്ക് ടേക്ക് ചെയ്യണം. അതുപോലത്തെ ഒരു സിറ്റുവേഷനുള്ള അങ്ങനെ മനസ്സുള്ളൊരു ദേവദാസൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം ഹൃദയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൈവം നടത്തിപ്പിക്കാൻ വന്ന വഴി മറക്കാത്തോളം ചിന്തിച്ചപ്പോൾ ദൈവം എത്രയൊക്കെ ഉയർത്തിയാലും ഏതെല്ലാം അവസ്ഥയിൽ പോയാലും അങ്ങനെ ഒരു ലൈഫ് ഉള്ളവനെ മതിയെന്ന് ചിന്തിച്ച് ദൈവം ഞങ്ങളുടെ 90 എൻഡിൽ കർത്താവ് ഞങ്ങളുടെ വിവാഹം നടത്തി. ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ ഇത്രയും വർഷം കഥാദശനം നടത്തി. എൻ്റെ മൂത്ത പൈതലാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കർത്താവ് തന്നു. ഒപ്പം 20 കുഞ്ഞുങ്ങൾ ഞങ്ങൾ ബീഹാറിൽ 2 പിള്ളേരെ എന്നുള്ള ചിന്തയിൽ നിന്ന് ഞങ്ങൾക്ക് 4 പിള്ളേരെ കർത്താവ് തന്നു. അതിനുള്ള ചേക്കരുത് വളർത്തി. അതിനെ കർത്താവ് ആ മിനിസ്ട്രിയെ ദൈവം ഞങ്ങൾ പോലും അറിയാതെ വളർത്തി. ഇപ്പോൾ 20 കുഞ്ഞുങ്ങൾ ഡൽഹിയിൽ ഞങ്ങളോടൊപ്പം കർത്താവിനെ സേവിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ മൊത്തം പറയാം 22 കുഞ്ഞുങ്ങളുടെ അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് അവൻ കർത്താവിൻ്റെ വേല IPC ലോക്കൽ സഭയുടെ ഒരു ശുശ്രൂഷനായിട്ട് തുടരുവാൻ കർത്താവ് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലൊക്കെ നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ചർച്ചിൽ പോയപ്പോൾ അവിടെ സാക്ഷ്യം പറഞ്ഞു. പലരും ഞാൻ ഗൾഫിലോട്ടൊക്കെ പ്രാർത്ഥിച്ച് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഇവരൊക്കെ പോകുന്നതാണ് കർത്താവ് എന്നെങ്കിലും ഈ ഗൾഫിൽ ഈ വിമാനത്തിൽ നിന്ന് കയറാൻ പറ്റുമോ, ഈ ഫ്ലൈറ്റിൽ നിന്ന് കയറാൻ പറ്റുമോ എന്ന് കൊതിച്ചൊരു കാലമുണ്ടായിരുന്നു. ലാസ്റ്റ് കൊച്ചിയിലോട്ടെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടി പോയിട്ട് അവൻ്റെ ജീവിതം ഒന്ന് മാറിയാൽ മതി കർത്താവിൻ്റെ ആയുസ് എങ്ങനെ എടുക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ ആ കണ്ണുനീർ പ്രാർത്ഥനയൊക്കെ കണ്ട് എനിക്ക് ആദ്യം എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചു തന്ന വിശുദ്ധ അമേരിക്കൻ വിസയാണ്. വേറൊരു രാജ്യത്ത് ഞാൻ പോയിട്ടില്ല. പക്ഷേ കൃപയാൽ പല പ്രാവശ്യം വരാൻ ദൈവം കരുണ കാണിച്ചു. ഇവിടെ വന്നിറങ്ങി ഒരു മനുഷ്യന് പരിചയമില്ലായിരുന്നെങ്കിലും അനേക സ്നേഹിതന്മാരെ സഹായികളെയും ദൈവം ഒരുക്കി. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വരവിന് ദൈവം ചെയ്തൊരു അത്ഭുതം കൂടി പറഞ്ഞ് ഞാൻ ഒരു വാക്യം മാത്രമേ ഇനി വായിക്കുന്നുള്ളൂ. ഞാൻ നിർത്താൻ പോവുകയാണ്. കാരണം ഇനി ഒരു വലിയ മെസ്സേജിൻ്റെ സമയവും സാവകാശമില്ല. അച്ഛൻ 5 മണിക്ക് അച്ഛനും പോകണം. വേറെ മീറ്റിംഗ് 5 മണിക്കുള്ള മീറ്റിംഗ് തുടങ്ങേണ്ടതാണ്. പിന്നെ നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കൃപ നമുക്കുമുണ്ട്. അപ്പം ശരീരത്തിന് ഇച്ചിരി ക്ഷീണാവസ്ഥയിലൊക്കെ വന്നിരിക്കുമ്പോൾ മെസ്സേജ് പറയേണ്ട അത്ര ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു മെസ്സേജ് കൂടി അവിടെ ഞാൻ അനുഭവസാക്ഷ്യം പറയാൻ തന്നെ അങ്ങോട്ട് നടത്തി തോന്നിച്ചത്. ഇനി ഞാൻ പറയാൻ വന്നത് അങ്ങനെ ഇവിടെ വന്നിറങ്ങി ഒരു വിമാനത്തെ കയറാൻ കൊതിച്ച് എന്നെ കർത്താവിടെ വിമാനത്തെ പ്രാവശ്യം കയറ്റി വിട്ടു. 2010 ഞാൻ ന്യൂയോർക്കിൽ ഒരു കൊച്ചി ചർച്ചിൽ ഇത്രയും പോലും ഇല്ല, ഒരു 3 കുടുംബമുള്ള ഒരു ചർച്ചിൽ ഒരു ഏജ് ചർച്ച് ശുശ്രൂഷിക്കുക. ആ ശുശ്രൂഷ കഴിയുമ്പോൾ അവിടെ നിന്ന് ബ്രദർ എന്നെ പുറത്തോട്ട് വിളിച്ചിട്ട്, ബ്രദർ പാസ്റ്റർ ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു 2-3 കൊല്ലമായി. എൻ്റെ വീട് ഫോർക്ലോസിംഗിൽ ഇട്ടേക്കും. ഞാൻ ആകെപ്പാടെ കഷ്ടത്തിലാണ്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് $50 തരാൻ പോലും എൻ്റെ കയ്യിലില്ല. എങ്കിലും പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവമോട് പറയുന്നു, വന്ന് പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഞാൻ ഡൽഹി കിടന്ന് കത്താൻ്റെ വേലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ 50 രൂപ കിട്ടിയിട്ടല്ല. എനിക്ക് സ്ട്രീറ്റ് ഡീലറിനൊക്കെ എൻ്റെ ആൾക്കാർ പലരും ആരും വിളിച്ചാലും പോയി പ്രാർത്ഥിക്കാൻ ദൈവം തന്ന കൃപയുണ്ട്, കരുണയുണ്ട്. വന്നൊക്കെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ പ്രവാചകനൊന്നുമില്ല, ആരും തലയിൽ വെച്ച് ദൂരമൊന്നും പറയാറില്ല. എന്നാൽ വചനം കർത്താവ് തന്നെന്ന് പറയും. അത് പരിശുദ്ധാത്മ തന്ന വചനം മാത്രമേ പറയത്തുള്ളൂ. വചനത്തിനകത്ത് വേറൊന്നും കാട് കയറി പറയത്തില്ല. ദൈവവചനം ശുശ്രൂഷയും കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ടെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് അഹങ്കാരമല്ല. കർത്താവിൻ്റെ വചനം എൻ്റെ കയ്യിലുള്ള വേറൊന്നുമില്ല ദൈവത്തിന്. അതുകൊണ്ടൊക്കെ പറഞ്ഞതാ ദൈവവചനം പറയും. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇവിടുന്ന് പോകും, എനിക്ക് പോകാൻ 3 ആഴ്ച ഉണ്ട്. ആ സമയത്ത് 3 ആഴ്ചയ്ക്ക് മുമ്പിൽ നഷ്ടപ്പെട്ട ജോലി, വേറെ ഒന്നുമല്ല, നഷ്ടപ്പെട്ട ജോലി തന്നെ കർത്താവ് വരുന്നു. എന്നിട്ട് പുള്ളി പറയും, 3 കൊല്ലമായിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് കിടക്കുക, അതിന് കിട്ടാൻ എനിക്ക് യാതൊരു ചാൻസും ഇല്ല, എനിക്ക് പ്രതീക്ഷയില്ല, എങ്കിലും പാസ്പോർട്ട് നാക്ക് പൊന്നാകട്ടെ എന്ന് നമ്മൾ പുള്ളി അങ്ങ് പോയി. ചുരുക്കി പോരട്ടെ, 3 ആഴ്ച എനിക്ക് തിരിച്ചു പോകേണ്ട. കാരണം 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി. ആ ജോലി പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് സൗത്ത് വെസ്റ്റ് എയർലൈൻസിൽ ജോലിക്കാനാണ്. പുള്ളിക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും പുള്ളി അങ്ങ് കർത്താവിനെ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് എനിക്ക് പോകണം. എൻ്റെ പാസ്റ്റർ പ്രാർത്ഥന ഭരിച്ചു, എൻ്റെ ജോലി എനിക്ക് കർത്താവ് മടക്കി തന്നു. അതുകൊണ്ട് എനിക്ക് പാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗൾഫ് ഞാൻ പറയാം. ഇനി പാസ്റ്റർ എന്ന് വന്നാലും അമേരിക്ക വന്നാലും എനിക്കൊരു പെഡി പാസ് എന്ന സാധനമുണ്ട്, ഫ്രീ പാസ്റ്റർക്ക് അമേരിക്ക എവിടെ വേണമെങ്കിലും പോകാനായിട്ട് എൻ്റെ ടിക്കറ്റ് ഞാൻ അയച്ചു തരണം. അവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇപ്പം മോൻ വന്നപ്പോഴും മോനിപ്പോൾ കാനഡയിൽ വന്നപ്പോഴും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നതെല്ലാം ആ ഫ്രീ പാസ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരു വിമാനത്തെ ഒരിക്കലെങ്കിലും കയറാൻ കർത്താവെ കരുണ കാണിക്കണമായിട്ട് പ്രാർത്ഥിച്ച് തന്നെ ഇപ്പോൾ അമേരിക്ക എവിടെ കൊണ്ടുവന്നാലും നിനക്ക് ഇഷ്ടമുള്ളത് പൊക്കോളാൻ വേണ്ടി ഫ്രീ പാസ് തന്നെ എൻ്റെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് കൂടി ഇരിക്കുന്നു. ആ ഒരു ഉറപ്പ് ആമേൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 84 സങ്കീർത്തനത്തിൽ നമുക്ക് സുപരിതമായ ഒരു വാക്യമുണ്ട്. കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. 84 സങ്കീർത്തനം 2-ാമത്തെ വാക്യം അല്ലേ? കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഇതിനോടുള്ള ബന്ധത്തിൽ മെസ്സേജ് പരിശുദ്ധം എനിക്ക് തന്നത് ഇന്ന് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അതിനിപ്പോൾ എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ സമയത്തിൽ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ആ വാക്യം മാത്രം വായിച്ച് തൽക്കാലം ഗ്രഹിക്കുകയാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബം, ഈ മനോഹരമായ ഭവനത്തെ കൂടി കർത്താവിടെ തന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരു അവസരം ഒരുക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു തോട്ട്സാണ്, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദൈവം തമ്പുരാൻ ഇവർക്ക് ഈ കുരികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ചോദിച്ചു 2 കാശിന് 5 കുരികളിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും എണ്ണപ്പെടാതെ പോകുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മാനുഷികമായ നോട്ടത്തിൽ വില കുറഞ്ഞതാണ് അവൻ പക്ഷികളുടെ കൂട്ടത്തിൽ കുരികിൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വിലയും ഇല്ലാത്തതാ. എന്നാൽ അതിനെ പോലും വലിയതായി കാണുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. 2 കാശിന് 5 കുരികിനെ വിൽക്കുന്നില്ലേ? അവയിൽ ഒന്നുപോലും എണ്ണപ്പെടാതെ പോകുന്നില്ല. ആ കുഞ്ഞു കുരുവിക്ക് പോലും ഒരു കൂട് അവൻ കണ്ടെത്തുവാൻ ദൈവം നമ്പരാൻ ഈ പ്രകൃതിയിൽ കരുണ കാണിച്ചിട്ടുണ്ട്. കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ അവൻ നമ്മൾ ലോകത്തിൽ എത്ര വില കുറഞ്ഞതായിട്ട് ലോകം നമ്മളെ കണ്ടാലും അവൻ ഈ കുരികളിൽ മുമ്പിൽ കൂടൊരുക്കിയ കർത്താവ് ഈ അനുഗ്രഹിക്കേണ്ട ഭവനത്തിനും ഈ അനുഗ്രഹിക്കേണ്ട കുടുംബത്തിനും മനോഹരമായ ഒരു കൂട്, മനോഹരമായ ഒരു ഭവനം ഒരുക്കി കർത്താവിനെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആമേൻ കുരികിലിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും വില കുറഞ്ഞ പക്ഷിയാണെങ്കിലും അതിനെയും കർത്താവ് വിലയേറിയതായി കണ്ടു. യെശയ്യാ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് സന്ധ്യയിൽ നാം വിലപ്പെട്ടവരാണ്, വിലയേറിയതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. ഈ ലോകത്തിൽ ആരെല്ലാം നമ്മെ വില കുറച്ച് കാണാനും നമുക്കൊരു വില, ബന്ധുക്കളുടെ വില എന്നൊക്കെ നമ്മെ ചർച്ച ചെയ്യും. ആരൊക്കെ വില കുറച്ച് പറഞ്ഞാലും സ്വർഗം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ വാക്യം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിക്കുന്നത്. യെശയ്യാ പുസ്തകത്തിൽ 43 എനിക്ക് തോന്നുന്നു കിടക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി സന്ധ്യ എടുക്കുന്ന സമയത്ത് പരിശുദ്ധമാവന്റെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, കുരികിലിനെ പോലും വിലയേറിയതായി കാണുന്ന കർത്താവ് അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നമ്മെ എത്ര വിലയേറിയതായിട്ട് കാണുന്നത്. ആമേൻ. ആ വിലയേറിയ വ്യക്തിത്വത്തിനുടമയായി കർത്താവ് നമ്മെ തീർത്തപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, നാം കർത്താവിന് വിലയേറിയതാണെങ്കിൽ, കർത്താവ് പറഞ്ഞ നീ എനിക്ക് വിലയേറിയ മാന്യമായി അതിനെ സ്നേഹിച്ചിരിക്കുന്നു. നാം കർത്താവിന് വിലയേറിയതാണെങ്കിൽ നമ്മുടെ വിഷയങ്ങളും കർത്താവിന് വിലയേറിയതാണ്, നമ്മുടെ ഭാരങ്ങളും കർത്താവിന് വിലയേറിയതാണ്, നമ്മുടെ ടെൻഷനും കർത്താവിന് വിലയേറിയതാണ്. ഈ കുഞ്ഞിനെ ഈ സിസ്റ്റർ മടി വെച്ചിരിക്കുന്നു. തൻ്റെ ഏറ്റവും വലിയൊരു മുത്ത, തൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് തൻ്റെ കാര്യങ്ങളിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന് ചെറിയ ജലദോഷം വന്നാൽ മതി, ആ അമ്മയ്ക്ക് അപ്പനും ഉറക്കം വരരുത്. നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാരം വന്നാൽ ആ കുഞ്ഞുങ്ങളെക്കാളും ടെൻഷൻ എടുക്കുന്ന ആരാ? പേരൻസ്, അപ്പനും അമ്മയും. അപ്പോൾ ഇന്ന് എനിക്ക് വിലയേറിയതായി എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം എന്നെക്കാളും ബാധിക്കുന്ന കർത്താവിനെയാണ്. ആ ഒരു തിരിച്ചറിവിൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത ഭാരങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള തീരട്ടെ. മനോഹരമായ വീടും ഈ കുടുംബവും ഒരുക്കി കൊടുത്ത് ഇവരെ ആദരിച്ച കർത്താവിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്നും സാക്ഷ്യത്തെ വിരമിക്കുന്നു. നമ്മുടെ കർത്താവ് എല്ലാവരും സഹായിക്കുകയും അനുഗ്രഹിച്ചുമാറാകട്ടെ.